ഇന്ത്യൻ തീരത്തേക്ക് അനധികൃതമായി ചൈന കള്ളക്കടത്ത് നടത്തുന്നതായി തന്നെ കണ്ടെത്തിയിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന വാൽനട്ടുകൾ ആണെന്നുള്ള വ്യാജേന തന്നെ ഇപ്പോൾ ചൈനയിൽ നിന്നുള്ള ഡ്യൂപ്ലിക്കേറ്റ് വാൽനട്ടുകൾ ഇന്ത്യൻ വിപണിയിലേക്ക് എത്തുകയാണ് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനായി തന്നെ വമ്പൻ പദ്ധതികളാണ് ഇപ്പോൾ ചൈന ആവിഷ്കരിച്ചിരിക്കുന്നതായി തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഈ പദ്ധതി ഇപ്പോൾ പാതി വഴിയിൽ പൊളിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ വാരം മുംബൈ നാവിഗേഷൻ തുറമുഖത്താകട്ടെ അവിടെ ഇറാനിൽ നിന്നെത്തിയ ഒരു കപ്പൽ പരിശോധിച്ച അധികൃതർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. ചൈനീസ് നിർമ്മിത വാൽനട്ടുകളാകട്ടെ അഫ്ഗാനിസ്ഥാനിൽ ഉൽപ്പാദിപ്പിച്ചതെന്ന വ്യാജേനയാണ് ഇവർ ഇത്തരത്തിൽ കണ്ടെയ്നറുകളിൽ കടത്തിയിരിക്കുന്നതെന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. സ്വന്തം നാട്ടിലെ ലേബൽ പോലും ഇവർ മാറ്റാതെ തന്നെയാണ് ഇത്തരത്തിൽ കള്ളക്കടത്ത് നടത്താനായി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതൊടുവിൽ ശ്രദ്ധയിൽപ്പെട്ട അധികൃതരാകട്ടെ തുറമുഖങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ഇപ്പോൾ കേന്ദ്രീകരിച്ചതായി തന്നെ വിലയിരുത്തപ്പെടുന്നു. ചൈനയിൽ നിന്നും ഇത്തരത്തിൽ മറ്റെന്തെല്ലാം തന്നെ കടത്തുന്നുണ്ട് എന്നതിൽ നിന്നും ഇത്തരത്തിൽ വ്യക്തത വന്നിട്ടില്ല എന്നും അധികൃതർ വ്യക്തമാക്കുന്നു. വില കുറഞ്ഞ ചൈനീസ് ഉൽപ്പന്നങ്ങൾ വളഞ്ഞ വഴിയിലൂടെ തന്നെ ഇന്ത്യയിലേക്ക് കടത്തുന്നത് രാജ്യത്തെ ബിസിനസ്സുകളെ സാരമായി തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറുകയാണ്. തുടക്കത്തിലാകട്ടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും അതുപോലെ പടക്കങ്ങളും കളിപ്പാട്ടങ്ങളുമാണ് ഇത്തരത്തിൽ ഇവിടേക്ക് എത്തിയിരുന്നത്. എന്നാൽ ഇടയ്ക്ക് വില കുറഞ്ഞ വാൽനട്ടുകളും ചൈനയിൽ നിന്ന് എത്താൻ തുടങ്ങിയതോടുകൂടി തന്നെ ഇപ്പോൾ രംഗം കൂടുതൽ വഷളായി മാറുകയാണ് ചെയ്യുന്നത്. ഇതോടുകൂടി തന്നെ കാശ്മീരിലേത് അടക്കമുള്ള കർഷകർ കൂടുതൽ ബുദ്ധിമുട്ടിലായതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇക്കാര്യം മനസ്സിലാക്കിയ അധികൃതരാകട്ടെ കള്ളക്കടത്തുകൾക്കെതിരെ ശക്തമായ നടപടിയാണ് സ്വീകരിച്ചു വരുന്നത്. എന്നാൽ കഴിഞ്ഞ വാരം മുംബൈയിലെ തുറമുഖത്ത് ഇറാനിൽ നിന്നെത്തിയ ഒരു കപ്പൽ പരിശോധിച്ച അധികൃതരാകട്ടെ വലിയ രീതിയിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ആരംഭിച്ചത്. ചൈനീസ് നിർമ്മിത വാൽനട്ടുകൾ അഫ്ഗാനിസ്ഥാനിൽ ഉൽപ്പാദിപ്പിച്ചതെന്ന വ്യാജേനയാണ് ഇത്തരത്തിൽ കണ്ടെയ്നറുകളിൽ കടത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരിക്കുന്നത്. അതും ചൈനീസ് ലേബൽ പോലും മാറ്റാതെയാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. വ്യാജ ഉറവിടം കാണിച്ചുകൊണ്ടെത്തിയ 46 കണ്ടെയ്നറുകളാണ് ഇത്തരത്തിൽ കസ്റ്റംസ് പിടികൂടിയിരിക്കുന്നത്. ഇറാനിലെ ബന്ദർ അബ്ബാസ് തുറമുഖത്ത് നിന്നെത്തിയ കപ്പൽ ഉണ്ടായിരുന്നതാകട്ടെ 310 കണ്ടെയ്നറുകളാണ്. അതിന്റെ രഹസ്യ വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ തടഞ്ഞു വയ്ക്കുകയും ചെയ്തു. ഏതാണ്ട് 50 കോടി രൂപയുടെ നികുതി വെട്ടിപ്പാണ് ഇപ്പോൾ ഈ ഒരു സംഭവത്തിന് പിന്നിൽ നടത്തിയിരിക്കുന്നതായി തന്നെ കരുതപ്പെടുന്നത്. സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തതായും അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ കോടികൾ വില വരുന്ന കണ്ടെയ്നറുകൾ ഏറ്റെടുക്കാൻ ഇതുവരെ ആരും മുന്നോട്ട് വരാതിരുന്നതും കൂടുതൽ അത്ഭുതകരമായി തന്നെ അധികൃതരെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലേക്ക് മാറുകയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വാൽനട്ട് ഇറക്കുമതിക്ക് 100% തീരുവയാണ് ഇന്ത്യ ചുമത്തിയിരിക്കുന്നത്. രാജ്യത്തെ വാൽനട്ട് കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു കാര്യങ്ങൾ ചെയ്യുന്നതെന്നും എന്നാൽ സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് എമിഗ്രന്റ് അടിസ്ഥാനത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള വാൽനട്ട് അത് ഇറക്കുമതിക്ക് നികുതി നൽകേണ്ടതുമില്ല. ഇതാണ് കൂടുതലായി തന്നെ തട്ടിപ്പ് നടത്താനായി തന്നെ ചൈനയെ കൂടുതലായി പ്രേരിപ്പിക്കുന്നത്. അമേരിക്ക, അതായത് മറ്റ് ചിലെ, അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്ന വാൽനട്ടുകൾ ആദ്യം അഫ്ഗാനിസ്ഥാനിലേക്കോ ഇറാനിലേക്കോ എത്തിക്കും. ഇവിടെ നിന്നാണ് മെയ്ഡ് ഇൻ അഫ്ഗാനിസ്ഥാൻ എന്ന ലേബൽ ഒട്ടിച്ച ശേഷം മറ്റ് കപ്പലിലേക്കായി തന്നെ ഇന്ത്യയിലേക്ക് അയക്കുന്നതായും കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പിടികൂടിയ കണ്ടെയ്നറുകളിൽ ചൈനീസ് ഭാഷയിലുള്ള എഴുത്ത് പോലും ഇവർ നീക്കം ചെയ്യാൻ മറന്നിരിക്കുന്നു എന്നതാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.